റീസെൻ്റായിട്ട് നിങ്ങളെല്ലാവരും തണ്ടർ ബോൾട്സ് പടം ഇറങ്ങിയതിന് ശേഷം നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു കമ്പാരിസൺ ആയിരിക്കും. അതായത് നമ്മുടെ സൂപ്പർമാൻ, സെൻട്രി, പിന്നെ ഹോംലാൻഡർ, ഒമ്നിമാൻ ഇവരൊക്കെ ഒരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ ഇതിൽ ആര് ജയിക്കുന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ട്. ഇതിൽ ഹോംലാൻഡറിൻ്റെ ക്രിയേറ്റർ ഇതിന് മുമ്പ് ഓൾറെഡി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഹോംലാൻഡറും സൂപ്പർമാനും ഒരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ സൂപ്പർമാൻ ഒരു പ്യുവർ സോൾ ആയതുകൊണ്ടും ഹോംലാൻഡർ ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടി മടിക്കാത്ത ഒരാളായതുകൊണ്ടും അവർ തമ്മിലുള്ളൊരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ അതിൽ ഹോംലാൻഡർ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ സെൻട്രി എന്ന് പറയുന്നത് നമ്മുടെ ഹോംലാൻഡർ ലൈക്ക് ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു വൈബാണ് നമുക്ക് തരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി ഇതിൽ നമ്മുടെ സൂപ്പർമാൻ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഈവിൽ ക്യാരക്ടേഴ്സാണ്. പക്ഷേ എല്ലാം സൂപ്പർമാനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് കോപ്പിന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. സോ ഇൻസ്പയർഡ് വെർഷൻസ് ആണ്. സോ നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് സപ്പോസ് ഇവർ 4 പേരും തമ്മിലൊരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ ഇതിൽ ആരെയായിരിക്കും ജയിക്കാൻ വേണ്ടി ചാൻസ് ഉള്ളതെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ നമ്മൾ കോമിക്സിലേക്കൊന്നും പോകുന്നില്ല. ജസ്റ്റ് പടത്തിൽ കാണിക്കുന്ന നമ്മുടെ സൂപ്പർമാൻസിൻ്റെയും ആ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ വേർഷൻസ് വെച്ചിട്ടാണ് നോക്കുന്നത്. കോമിക്സിൻ്റെ ഞാൻ പറയാം ലാസ്റ്റിലേക്ക്. ആദ്യം തന്നെ നമ്മുടെ ഹോംലാൻഡർ വേഴ്സസ് സൂപ്പർമാൻ എന്നുള്ളൊരു ഫൈറ്റ് ഈ ഹോംലാൻഡറിൻ്റെ ക്രിയേറ്റർ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം ഓൾറെഡി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതായത് സൂപ്പർമാൻ ഒരു പ്യുവർ സോൾ ആയതുകൊണ്ട് തന്നെ ഹോംലാൻഡർ ജയിക്കുന്നുള്ള കാര്യം. ആദ്യം അതിൽ തന്നെ തുടങ്ങാം. സൂപ്പർമാൻ വേഴ്സസ് ഹോംലാൻഡർ. സൂപ്പർമാൻ ഒരു പ്യുവർ സോളൊക്കെയാണ്, പക്ഷേ എന്നാലും സൂപ്പർമാൻ ഹോൾഡ് ബാക്ക് ചെയ്തിട്ടാണ് അടിക്കുന്നത്. പക്ഷെ അതും ഒരു പ്യുവർ വില്ലനാണെങ്കിൽ പുള്ളിയുടെ ഫൈറ്റിന് ഒരു പഞ്ഞും ഉണ്ടാവില്ല, കൊല്ലാൻ വേണ്ടി തന്നെ അടിക്കത്തുള്ളൂ. കാരണം ഉദാഹരണത്തിന് തന്നെ നമ്മുടെ മാൻ ഓഫ് സ്റ്റീലിൽ ജനറൽ സോഡ് ആ പുള്ളി കഴുത്ത് തിരിച്ച് കൊല്ലുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹോംലാൻഡർ എന്ന് പറയുന്ന ക്യാരക്ടർ ആ ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടറിനെ തന്നെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഇടിയാൻ തോന്നും. സോ സൂപ്പർമാൻ അത്രയും പവേഴ്സും വെച്ചിട്ട് എന്തായിരിക്കും ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. ശരിയാണ്, സൂപ്പർമാനിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ക്യാരക്ടറാണ് ഹോംലാൻഡർ. പക്ഷെ എന്നാലും സൂപ്പർമാൻ്റെ ഈക്വൽ പവേഴ്സ് ഒന്നും ഇല്ല പുള്ളിക്ക്. കാരണം നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ സൂപ്പർമാൻ പുട്ട് പോലെ ഒരു പ്ലെയിനൊക്കെ പിടിച്ച് നിർത്തുന്നതൊക്കെ ആയിട്ട്. പക്ഷേ നമ്മുടെ ഹോംലാൻഡർ ഒരു പ്ലെയിന് പോലും പൊക്കാൻ പേടിച്ചിട്ട് പുള്ളിക്ക് പറ്റുമെന്ന് പോലും അറിയില്ല ആ കാര്യം. അതുകൊണ്ട് തന്നെ ആ ജനങ്ങളെയൊക്കെ കൊല്ലാൻ വിട്ടിട്ട് പുള്ളി അത് നോക്കി നിൽക്കുന്ന പോലെയൊക്കെ ഒരു സീൻ നിങ്ങൾ ബോയ്സ് സീരീസിൽ കണ്ടിട്ടുണ്ടാവും. സോ പുള്ളിയുടെ പവേഴ്സിൽ പുള്ളിക്ക് പോലും വിശ്വാസമില്ല. സോ ആ പുള്ളിക്ക് എങ്ങനെ സൂപ്പർമാൻ ചത്താലും കുഴപ്പമില്ല, രക്ഷിക്കാൻ വേണ്ടി നടക്കുന്ന ആളാണ്. അതായത് ഞാൻ ടിപ്പിക്കലി പറഞ്ഞു വരുന്നത് മൂവി വെർഷനിൽ തന്നെ സൂപ്പർമാൻ ഓവർപവർഡാണ് ഹോംലാൻഡറെക്കാളും. ഇനി അത് കോമിക്സിലേക്ക് പോവുകയാണെങ്കിൽ കോമിക്സിലേക്ക് പോയാൽ തന്നെ ഹോംലാൻഡറിന് അവിടെ ഒരു ചാൻസേ ഇല്ല. കാരണം കോമിക്സിൽ സൂപ്പർമാൻ സൂപ്പർ ഡ്യൂപ്പർ ഓവർപവർഡാണ്, പ്ലാനറ്റ്സിൻ്റെയൊക്കെ നീക്കാൻ മാത്രം പവർഫുള്ളാണ്. പക്ഷേ കോമിക്സിൽ എവിടെയും ഈ ഹോംലാൻഡറിൻ്റെ ഓൾറെഡി കോമിക്സ് ഉണ്ട് ബോയ്സ് എന്ന് പറഞ്ഞിട്ട്. ആ കോമിക്സിലൊന്നും എവിടെയും ഹോംലാൻഡർ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള പോലെ ഒന്നും കാണിച്ചിട്ടേ ഇല്ല. പുള്ളി ഒരു സൂപ്പർമാൻ ലൈക്ക് ക്യാരക്ടറാണ്, ഒരു ഈവിൽ ക്യാരക്ടറാണ്, പുള്ളിക്ക് പറക്കാൻ പറ്റും, അങ്ങനെയൊക്കെ കോമിക്സിൽ കാണിച്ചിട്ടുള്ളൂ. ഒരു ബ്രൂട്ടലായിട്ടുള്ള ഈവിൽ ക്യാരക്ടർ. സോ കോമിക്സിൽ എടുത്ത് നോക്കുകയാണെങ്കിലും ഹോംലാൻഡർ വേഴ്സസ് സൂപ്പർമാൻ നടന്നു കഴിഞ്ഞാൽ സൂപ്പർമാൻ തന്നെ. ഇനി സെൻട്രി വേഴ്സസ് ഹോംലാൻഡറിലേക്ക് വരികയാണെങ്കിലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. കാരണം സെൻട്രീനും സൂപ്പർ ഓപ്പണായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കോമിക്സിലെ വെച്ച് നോക്കുമ്പോൾ മൂവിയിൽ കാണിച്ചിരിക്കുന്ന സെൻട്രിക്ക് പവേഴ്സ് കുറവാണ്. അതായത് കോമിക്സിൽ 1 മില്യൺ എക്സ്പ്ലോഡിങ് സൺസിൻ്റെ പവേഴ്സ് ഉള്ളടങ്ങിയിട്ടുള്ള ഒരാളാണ് സെൻട്രി എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ മൂവീസിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 1000 സൺസിൻ്റെ പവേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരാളെന്നാണ് സെൻട്രീനെ പറയുന്നത്. സോ 1 മില്യൺ അവിടെ കിടക്കുന്നത്, 1000 സൺസ് അവിടെ കിടക്കുന്നത്. ഈ ഹോംലാൻഡർ എന്ന് പറയുന്ന ക്യാരക്ടർ കോമിക്സിൽ ഈ ഹോംലാൻഡറിന് തന്നെ ഒരു ക്ലോൺ വെർഷനെ ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ഹോംലാൻഡർ എപ്പോഴെങ്കിലും റോഗായി മാറുകയാണെങ്കിൽ പുള്ളിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുള്ളീനെ ബേസ് ചെയ്ത് വെച്ചിട്ടുണ്ടാക്കിയ പുള്ളിയുടെ ഒരു ക്ലോൺ തന്നെ പുള്ളിനെ വെട്ടിക്കീറി കൊല്ലുന്നുണ്ട്. സോ അങ്ങനെ പുള്ളിയുടെ തന്നെ ഒരു ക്ലോണിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ഹോംലാൻഡർക്ക് എങ്ങനെയാണ് സെൻട്രീനെയോ സൂപ്പർമാനെ പോലുള്ളൊരു ക്യാരക്ടറിനെ ഡിഫീറ്റ് ചെയ്യുന്നത്? സോ ഇവിടെയൊന്നും ഹോംലാൻഡറിന് ഒരു ചാൻസ് പോലുമില്ല. ഇനി കുറച്ചും കൂടി സൈസ് കൂടിയ ഒരാൾ, അതാണ് ഒമ്നിമാൻ. ഒമ്നിമാൻ എന്ന് പറയുന്നത് പ്ലാനറ്റ് വിൽച്രം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സൂപ്പർമാനെ പോലെ തന്നെ വേറൊരു പ്ലാനറ്റിൽ നിന്ന് വരുന്ന ഒരാളാണ് വിൽച്രമായിട്ടായിട്ടുള്ള നമ്മുടെ ഒമ്നിമാൻ. പുള്ളിയുടെ വംശമൊക്കെ നശിച്ചതിന് ശേഷം പല എർത്തുകളും പല ഗാലക്സീസൊക്കെ കോൺക്വർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളായിട്ടാണ് നമ്മുടെ എർത്തിൽ വരുന്നത്. ഇനി വിൽച്രമൈറ്റ്സും നമ്മുടെ സൂപ്പർമാനോ അല്ലെങ്കിൽ സെൻട്രിയോ തന്നെ ആയിക്കോട്ടെ, ഇവർ തമ്മിലൊരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ ആദ്യം വിൽച്രമൈറ്റ്സ് ആയിട്ടുള്ള ഈ ഒമ്നിമാൻ്റെ പവർ നോക്കണം. ഒമ്നിമാൻ്റെ പവർ എന്ന് പറയുന്നത് ഒരു വിൽച്രമൈറ്റ്, അതായത് പുള്ളി എത്രത്തോളം വയസ്സാവുന്നോ അത്രത്തോളം അവർ സ്ട്രോങ്ങറായി മാറിക്കൊണ്ടിരിക്കും. പുള്ളിക്ക് അവർ എത്രത്തോളം ഏജിങ് കുറയും അവരുടെ. പക്ഷേ ആ ഒമ്നിമാൻ്റെ ഫസ്റ്റ് സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗാർഡിയൻസ് ഓഫ് ദ ഗ്ലോബ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജസ്റ്റിസ് ലീഗിൻ്റെ ഒക്കെ പോലെ തന്നെ ഒരു റിപ്പ് ഓഫ് ഒരു പാരഡി പോലത്തെ ഒരു ഗ്രൂപ്പ് നമ്മുടെ ഒമ്നിമാനെ തന്നെ ഏതാണ്ട് പഞ്ഞിക്കിടുന്നത്. പുള്ളി അവരെ കൊന്നിട്ടുണ്ടാവും ലാസ്റ്റ്, പക്ഷേ എന്നാലും ഒമ്നിമാനെ തന്നെ ഏതാണ്ട് അടിച്ച് കൊല്ലാറാക്കിയിട്ടുണ്ടാവും അവർ. സോ അങ്ങനെയുള്ള ഒമ്നിമാൻ, അതായത് നമ്മുടെ ഒറിജിനൽ ജസ്റ്റിസ് ലീഗ് പോലുമല്ല, അതേ പവേഴ്സ് കുറച്ചൊക്കെയുള്ള അതേപോലത്തെ വേറെ ക്യാരക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ അടി കൊണ്ട് ചാവാറായി പുള്ളി. അങ്ങനെയുള്ള പുള്ളീനെ ഒറിജിനൽ ജസ്റ്റിസ് ലീഗിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചാൽ തന്നെ തട്ടിപ്പോവും. അങ്ങനെയുള്ള പുള്ളീനെ സൂപ്പർമാൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചാലുള്ള കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ.
സെൻട്രിയുടെ അടുത്തും ഇതൊക്കെ തന്നെയാണ്. ഏതാണ്ട് ഇതേപോലെയൊക്കെ സൂപ്പർ പവേഴ്സ് ഉള്ള ഒരു ക്യാരക്ടേഴ്സാണ് തണ്ടർ ബോൾട്സ്. ആ തണ്ടർ ബോൾട്സുമായിട്ടുള്ള സെൻട്രിയുടെ ഫൈറ്റിൽ നമ്മുടെ സെൻട്രി കാര്യമായിട്ട് മേലൊന്നും അനക്കുന്ന പോലുമില്ല. പുള്ളിയുടെ കൈ മാത്രമേ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുന്നുള്ളൂ. ആ ഒരൊറ്റ ഫൈറ്റിൽ തന്നെ മൊത്തം ഒരു 3-4 മിനിറ്റ് പോലും ആ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടാവില്ല. ആ ഫൈറ്റിൽ തന്നെ മൊത്തം തണ്ടർ ബോൾട്സ് ടീമിനെ തന്നെ സെൻട്രി ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള സെൻട്രി ഈ ഒമ്നിമാരുടെ അടുത്തൊരു മാച്ച് പോലും അല്ല. പിന്നെ ആൾക്കാർ തട്ടി വിടാൻ വേണ്ടിയിട്ട് ഓരോന്നിങ്ങനെ അടിച്ചിറക്കി വിടും. പിന്നെ ഇൻവിൻസിബിൾ സീരീസ് കാണുന്ന കട്ട ഫാൻസ് ആയിട്ടുള്ളവർ ഒമ്നിമാൻ ജയിക്കുമെന്ന് പറയും. ബോയ്സ് കാണുന്ന കട്ട ഫാൻസ് ആയിട്ടുള്ളവർ നമ്മുടെ ഹോംലാൻഡർ ജയിക്കുമെന്ന് പറയും. പക്ഷേ സത്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അതിന് ഉത്തരം നമ്മുടെ സ്റ്റാൻലി വണ്ടേ പറഞ്ഞിട്ടുണ്ട്. One answer to all of that. It's so simple. Anyone should know this. The person who'd win in a fight is the person that the scriptwriter wants to win. സിമ്പിളാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്താണ് വിചാരിക്കുന്നത് അതേ നടക്കത്തുള്ളൂ. കാരണം എത്രയൊക്കെ പവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ആ സിറ്റുവേഷനിൽ ആ സ്ക്രിപ്റ്റിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്താണോ അതവിടെ നടക്കും. അതിനിപ്പോൾ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നമ്മുടെ വാട്ട് ഇഫ് സീരീസ്. അതായത് നമ്മുടെ താനോസ് എങ്ങനെയാണ് വിഷനെ ഇൻഫിനിറ്റി വാറിൽ കൊന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് പുള്ളിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ആ വൈബ്രേനിയം ബോഡി തന്നെ തുളച്ചിട്ടാണ് ആ മൈൻഡ് സ്റ്റോൺ പുള്ളിയുടെ നെറ്റിൽ നിന്ന് എടുക്കുന്നത്. അതേ വിഷനെ തന്നെ നമ്മുടെ താനോസിനെ ആ ഒരു വാട്ട് ഇഫ് എപ്പിസോഡിൽ കൊല്ലുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. ജസ്റ്റ് ആ മൈൻഡ് സ്റ്റോൺ വെച്ചിട്ട് താനോസിനെ തന്നെ രണ്ടാക്കി കീറിക്കളയും. പുള്ളിക്ക് ഓൾറെഡി നമ്മുടെ താനോസിൻ്റെ കയ്യിൽ 4 ഇൻഫിനിറ്റി സ്റ്റോൺസോ ഉണ്ടാവും. അങ്ങനെയുള്ള താനോസിനെയാണ് വിഷൻ അങ്ങനെ സിമ്പിളായിട്ട് തന്നെ കൊന്നുകളയുന്നത്. ഇപ്പോൾ ഇവരിങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ ഒരു പടത്തിലോ ഒരു കോമിക്സിലോ ഫൈറ്റ് ചെയ്യുന്ന പോലെ ഒരു ക്രിയേറ്റ് ചെയ്താലും ആ സ്ക്രിപ്റ്റ് റൈറ്റർ ആര് ജയിക്കണോ, ആ സിറ്റുവേഷൻ എന്താണ് ആപ്റ്റായിട്ടെന്ന് വിചാരിക്കുന്നത് അവരെ ജയിക്കത്തുള്ളൂ. സോ നമ്മൾ ഫാൻസ് ഇന്നാൾ ജയിക്കും അന്നാൾ ജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫോർ എക്സാമ്പിൾ മാർവലിൽ തന്നെ നമ്മുടെ ഒരു ഹിന്ദു ഗോഡുണ്ട് ശിവ. പുള്ളി എത്രത്തോളം പവർഫുൾ ആണെന്ന് നമുക്കറിയാം. പക്ഷേ ആ ഹിന്ദു ഗോഡിനെ മാർവലിലേക്ക് കൊണ്ടുവന്നപ്പോൾ കാര്യമായിട്ടുള്ള പവേഴ്സ് പോലെയൊന്നും കാണിച്ചിട്ടില്ല. ആ ഹിന്ദു ഗോഡായിട്ടുള്ള ശിവനെ തോർ ഡിഫീറ്റ് ചെയ്യുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അതാ പറഞ്ഞത്, ഏതൊരു സ്ക്രിപ്റ്റിലാണെങ്കിലും ഏതൊരു റൈറ്റർ എന്താണോ വിചാരിക്കുന്നത് അതേ നടക്കത്തുള്ളൂ. ഇപ്പോൾ സൂപ്പർമാൻ ജയിക്കണം എന്നാണെങ്കിൽ സൂപ്പർമാൻ ജയിക്കും, സെൻട്രി ജയിക്കണം എന്നാണെങ്കിൽ സെൻട്രി ജയിക്കും, ഒമ്നിമാൻ ആണെങ്കിൽ ഒമ്നിമാൻ, ഹോംലാൻഡർ ആണെങ്കിൽ ഹോംലാൻഡർ. പിന്നെ അത് നമ്മുടെ കുറച്ച് തിയറീസും ഇവരെ ഇന്ന പടങ്ങളിലും ഇന്ന സീരീസിൽ കണ്ട ഇവരുടെയൊക്കെ അപ്പിയറൻസും ഇവരുടെ എബിലിറ്റീസൊക്കെ വെച്ച് നമ്മൾ തന്നെ കമ്പയർ ചെയ്യുന്നതാണ്. പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, അതായത് അനിമേ ക്യാരക്ടറായിട്ടുള്ള വൺ പഞ്ച് മാനും നമ്മുടെ സൂപ്പർമാനും തമ്മിലൊക്കെ ഒരു ഫൈറ്റ് നടന്ന ആര് ജയിക്കുന്നൊക്കെ ഉള്ളത്. പണ്ട് ഞാൻ ഇതിന് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ജസ്റ്റ് ഇപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അതും കൂടി ഒന്ന് പറഞ്ഞേക്കാം. വൺ പഞ്ച് മാൻ എന്ന് പറയുന്നത് ഒരു അനിമേ ക്യാരക്ടറാണ്. പുള്ളിയുടെ ഒറ്റ കുത്തി തന്നെ എല്ലാവരും തീരുന്നാണ് പറയുന്നത്. പുള്ളി കുശു വിടുമ്പോൾ വരെ അത് പുള്ളിനൊക്കെ ഒരു ബൂസ്റ്റ് കൊടുത്ത് പുള്ളി മൂണിലേക്കൊക്കെ പറന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട് അതിൽ. അതായത് സൂപ്പർ ഡ്യൂപ്പർ ഓവർ പവർഡായിട്ട് ഇഷ്ടത്തിന് അങ്ങ് എഴുതി വെച്ചേക്കുവാണ്. അതായത് ആ റൈറ്റർ അങ്ങനെ വിചാരിച്ചു പുള്ളിക്ക് ഇന്ന പവേഴ്സാണ് അങ്ങ് കൊടുത്തു, അത്ര തന്നെ. അതായത് ഒരു വീക്ക്നെസ് വന്ന് പറയാൻ വേണ്ടിയിട്ട് ആ വൺ പഞ്ച് മാൻ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ അത് ബാക്കിയുള്ള ഹീറോസുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ സൂപ്പർമാൻ പോലുള്ള ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ സെൻട്രി പോലുള്ള ക്യാരക്ടേഴ്സൊക്കെ വരുമ്പോൾ അത്രയും ഓവർ പവർഡായിട്ട് അവരെ കാണിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീക്ക്നെസ് അവർക്ക് വെക്കും. എങ്കിൽ മാത്രമേ ആ ക്യാരക്ടറിനെ വൾണറബിളായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. കാരണം സൂപ്പർമാൻ ഇപ്പോൾ ക്രിപ്റ്റനൈറ്റ് മാജിക്കൊക്കെ വീക്ക്നെസ് ആകുമ്പോൾ പുള്ളിയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന എനിമി ആ പവേഴ്സ് കൊണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് തന്നെ തോന്നും, ഓ ഇവന് ഇന്ന പവേഴ്സ് ഉണ്ട്, സോ സൂപ്പർമാൻ ചിലപ്പോൾ ഇവൻ്റെ മുമ്പിൽ പിടിച്ച് നിൽക്കാൻ പറ്റില്ലെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതേപോലെ തന്നെ സെൻട്രിക്ക് വോയിഡ് ഉണ്ട്. അപ്പോൾ വോയിഡ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സെൻട്രി ഔട്ട് ഓഫ് കൺട്രോൾ ആവും, ചിലപ്പോൾ വോയിഡ് തന്നെ എല്ലാവരും നശിപ്പിക്കുന്നൊക്കെ ഒരു തോന്നൽ വരും. പക്ഷേ ഈ വൺ പഞ്ച് മാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനും അങ്ങനെ ഒരു ഇത്രയ്ക്ക് ഒരു സൂപ്പർ ഒരു വൾണറബിലിറ്റി ഉള്ള പോലെ കാണിച്ചിട്ടില്ല. ഒരു സൂപ്പർ ഹീറോ ആകുമ്പോൾ വൾണറബിലിറ്റി ഒക്കെ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ അത് കൂടുതൽ ഓവറായിട്ട് ആ സ്റ്റോറിനെ തന്നെ ഡെവലപ്പ് ചെയ്യുള്ളൂ. സൂപ്പർമാനെ കുറിച്ചൊക്കെ അധികം പടങ്ങൾ വരാത്തതിന് കാരണം തന്നെ അതാണ്. പുള്ളിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഇപ്പോൾ നമ്മുടെ സ്പൈഡർമാനെ പോലെയൊക്കെ ക്യാരക്ടേഴ്സ് ആണെങ്കിൽ വലിയ ഓവർ പവർഡ് ഒന്നുമല്ല, എന്നാൽ അത്യാവശ്യം കുറച്ച് പവേഴ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കുള്ള വില്ലന്മാരും സ്ട്രീറ്റ് ലെവൽ വില്ലന്മാർ ഒരുപാടുണ്ടാവും. അതുകൊണ്ട് പുള്ളിക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റോറീസും ഉണ്ടാവും. പക്ഷേ സൂപ്പർമാനെ അങ്ങനെ ഒരു സ്ട്രീറ്റ് ലെവൽ സ്റ്റോറിയൊന്നും പറയാൻ പറ്റില്ല. പുള്ളിയുടെ ഒറ്റ കുത്തിന് തന്നെ ചിലപ്പോൾ ഒരു സിറ്റി തന്നെ നശിച്ചു പോകും. അങ്ങനെയുള്ള പുള്ളീനെ വെച്ച് പറയുമ്പോൾ മൊത്തം വേൾഡിനെ തന്നെ ബാധിക്കുന്ന പോലത്തെ ഒരു സ്റ്റോറീസേ പറയാൻ പറ്റുള്ളൂ. സോ ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അതായത് ഓൾറെഡി ഞാൻ പറഞ്ഞു, അതായത് ഇന്ന ക്യാരക്ടേഴ്സ് തമ്മിൽ ഫൈറ്റ് നടക്കുകയാണെങ്കിൽ ഇന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും ജയിക്കുകയാണ്. ഇനി ഇതിൽ പറയാത്തത് സൂപ്പർമാൻ വേഴ്സസ് സെൻട്രിയാണ്. അത് ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ എന്നാലും ഇതിൻ്റെ ഒക്കെ ബേസിക് പോയിന്റ് ഒറ്റ ഒന്നേ ഉള്ളൂ, സ്ക്രിപ്റ്റ് റൈറ്റർ എന്ത് വിചാരിക്കുന്നു, ഒരു റൈറ്ററോ ഒരു മൂവി ഡയറക്ടറോ എന്താണോ വിചാരിക്കുന്നത് അവരെ അതേ നടക്കത്തുള്ളൂ, അതേ പ്രാക്ടിക്കലായിട്ട് നടക്കത്തുള്ളൂ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമാണ്, എൻ്റെ കമൻസിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന സെൻട്രിയും നമ്മുടെ ഡോക്ടർ ഡൂമും തമ്മിലൊരു ഫൈറ്റ് ആടുന്ന ആര് ജയിക്കുന്നൊക്കെ. ആക്ച്വലി അതിലൊരു പോയിന്റ് ഉണ്ട്. കാരണം ഡൂംസ്ഡേയിലും ഈ സെൻട്രി വേഴ്സസ് ഡോക്ടർ ഡൂം ഒരു ഫൈറ്റ് നടക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലീക്സ് വന്നിട്ടുണ്ട്. സോ അതൊക്കെ നമുക്കൊന്ന് നോക്കാം അടുത്തൊരു വീഡിയോയിൽ.
മാത്രമല്ല അവർ തമ്മിലുണ്ടായിരുന്നുള്ള കോമിക്സിലെ ഫൈറ്റും അതിലാരാണ് ജയിച്ചതെന്നൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.